പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാവരും സന്തോഷമായിരിക്കുന്നുവെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ദൈവം നമുക്ക് നന്മകൾ ചെയ്യും. നമ്മുടെ കൂടെ അവനുണ്ട്. അവൻ്റെ ബലിഷ്ഠമായ കരങ്ങൾ നമ്മെ താങ്ങുന്നുണ്ട്. ആ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ നിന്ന് നാം മറഞ്ഞിരിക്കുന്നില്ല എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ അവൻ പ്രവർത്തിക്കും. ഒരു ദിവസം യേശു ശിഷ്യന്മാരുമായി ഗലീലക്കടലിൽ കൂടി ആയിരിക്കണം അതിനക്കരെയുള്ള ഗദരദേശത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് യേശു ശിഷ്യന്മാർ യാത്ര ചെയ്ത പടകിനെതിരെ ഒരു വലിയ തിരമാല ആഞ്ഞടിച്ചു, കൊടുങ്കാറ്റുണ്ടായി. വാസ്തവത്തിൽ യേശു അവിടെ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ യേശു അവിടെ ഉറങ്ങുകയായിരുന്നില്ല എന്നാണ് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്. ശിഷ്യന്മാർ പക്ഷേ ഭയപ്പെട്ടു പോയി. തൻ്റെ മക്കളെ പടകിൽ കയറ്റി അക്കരയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ യേശു ഉറങ്ങിപ്പോകുമോ? ഒരിക്കലും ഉറങ്ങത്തില്ല. രാവും പകലും നമുക്കെപ്പോഴും സുരക്ഷിതത്വം തരുന്ന കരങ്ങളിൽ അവൻ നമ്മളെ ഏൽപ്പിച്ചിട്ട് അവൻ ഉറങ്ങിപ്പോകും? ഒന്നുമില്ല, അവൻ നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. എന്നാൽ കാറ്റും കടലും വളരെ പ്രതികൂലമായപ്പോൾ പടക് മുങ്ങിപ്പോകുമെന്ന് കണ്ട ശിഷ്യന്മാർ നിലവിളിക്കുവാനിടയായി. അവർ യേശുവിനെ ഉണർത്തിയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശു അവരോട് ചോദിക്കുന്നത്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞിട്ട് യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. സ്തോത്രം. അവിചാരിതമായ ഒരു തിരമാലയും കൊടുങ്കാറ്റും ഒക്കെ ശാന്തമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പടകിൽ ആഞ്ഞടിച്ചാൽ ആരും ഭയപ്പെട്ടു പോകും. അതിന് ശിഷ്യന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ നമ്മുടെ കൂടെ ആരുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ശിഷ്യന്മാരും അല്പസമയത്തേക്ക് അവർ മറന്നുപോയി. യേശു കൂടെ ഉണ്ടെന്ന് അവർ മറന്നുപോയി. യേശു നമ്മുടെ ജീവിത പടകിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു തിരമാലയ്ക്ക് ഒരു കൊടുങ്കാറ്റിനും നമ്മെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? ആരാണ് കൂടെയുള്ളതെന്ന് നമുക്കൊരു തിരിച്ചറിവ് വേണം. യേശു കൂടെയുണ്ട്. ഏത് വലിയ കടലും എത്ര വലിയ തിരമാലകളും എത്ര വലിയ കൊടുങ്കാറ്റും ആഞ്ഞടിച്ചാലും ഇല്ല, എനിക്കൊന്നും സംഭവിക്കത്തില്ല, എൻ്റെ കുടുംബത്തിനൊന്നും സംഭവിക്കത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ പടകിനെ മുങ്ങിത്താഴാതെ സൂക്ഷിക്കുവാൻ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്ന് നമുക്കൊരു ഉത്തമ ബോധ്യമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഭയപ്പെടല്ലേ. ജീവിതയാത്രയാ, ഇതൊക്കെ സംഭവിക്കും. പക്ഷേ ഒന്നും ഹല്ലേലൂയ നാം ഭയപ്പെട്ട് നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. യേശു കൂടെയുണ്ട്. നമ്മളെ താങ്ങേണ്ട കരങ്ങൾ കൂടെയുണ്ട്. നമുക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവ് കൂടെയുള്ളപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒന്നിനാലും നിങ്ങൾ പതറിപ്പോകല്ലേ. ഹല്ലേലൂയ സ്തോത്രം. തിരമാലകൾ അടിക്കട്ടെ, കൊടുങ്കാറ്റടിക്കട്ടെ, ഹല്ലേലൂയ കാറ്റും കോളും ഉണ്ടാകട്ടെ, ഇതൊന്നും കണ്ട് ഒരു ദൈവ പൈതൽ കുലുങ്ങുവാൻ പാടില്ല. കാരണം ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ആരിലാണെന്ന് എനിക്കൊരു ഉറപ്പ് വേണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പടകിൽ അവനുണ്ട്. നിശ്ചയമായും അവൻ നമ്മളെ താങ്ങിക്കൊള്ളും. അവൻ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കും. ഇതാ യേശു ഹല്ലേലൂയ സ്തോത്രം ഉടനെ കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ഹല്ലേലൂയ തിരമാലകൾ അടങ്ങി, കൊടുങ്കാറ്റ് ശാന്തമായി. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഭീരുക്കളാകാതെ ഏത് കൊടുങ്കാറ്റ് വന്നാലും, ഏത് ഹല്ലേലൂയ സ്തോത്രം തിരമാലകൾ അലറി നമ്മുടെ പടകിന്മേൽ ആഞ്ഞടിച്ചാലും ധൈര്യമായി നിൽക്കുക. നമ്മെ സുരക്ഷിതമായി നാം ആഗ്രഹിക്കുന്ന സ്ഥലത്തെത്തിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഈ ഹല്ലേലൂയ മെസ്സേജ് നിശ്ചയമായും ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനകളും
പ്രിയപ്പെട്ടവരായ നിങ്ങളോടൊപ്പമുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞങ്ങൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.